എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപയർ കറിയാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വൃത്തി ഒന്ന് കഴുകിയെടുക്കാം. വൃത്തി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ടത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുക്കറിലാണ് പയർ കറി വെക്കുന്നത്. വളരെ പോഷക ഗുണമുള്ളതാണ് ചെറുപയർ. കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് കിട്ടാൻ വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കഷ്ണം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. വേവിക്കുമ്പോൾ ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 വിസിലടിയുന്നതോടുകൂടി തന്നെ ഇത് വെന്ത് കിട്ടും. കുതിർത്തി വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 വിസിലെല്ലാം അടിച്ച് കുക്കർ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിസിലിൻ്റെ ആവി പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. പയർ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുപയർ കറി എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടമാണോ ചെറുപയർ കറി? അപ്പോൾ ഇതിനകത്തോട്ടിനി താളിച്ച് കൊടുക്കാനുണ്ട്. അതിന് താളിച്ച് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് താളിച്ചെടുക്കുന്നത്. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി കിട്ടണം. വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം വേവിക്കാൻ വെക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ മുളക് പൊടിക്ക് പകരം വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും പിന്നെ താളിക്കുമ്പോൾ വറ്റൽമുളക് അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് ഈ പയർ കറി വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെറുപയർ കറി ആക്കാൻ പറ്റുന്നതാണ്. തലേദിവസം തന്നെ കുതിർത്തി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക്